ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദി പാഠപുസ്തകത്തിലെ വാർഷിക പരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠഭാഗം മുതൽ മുഴുവൻ പാഠഭാഗത്തിലെയും എല്ലാ വസ്തുക്കളും ജീവജാലങ്ങളുടെയും ഒക്കെ പേരുകൾ നിങ്ങൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് കുറച്ച് ചിത്രങ്ങളെ വെച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഫില്ല് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ പൂവാണല്ലേ. പൂവിന് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഫൂൽ എന്നാണ്. അപ്പം ഇത് പൂവാകുന്നു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? യഹ് ഫൂൽ ഹേ, യഹ് ഫൂൽ ഹേ, ഇത് പൂവാകുന്നു. നെക്സ്റ്റ് ഒരു ട്രീ, ഒരു മരത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. മരത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പേടി എന്നാണ് അല്ലേ. യഹ് പേട് ഹേ, ഇത് പേടാകുന്നു, വൃക്ഷമാകുന്നു. അപ്പോൾ യഹ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്, ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് കേട്ടോ. അപ്പം അടുത്തതൊരു ചിത്രം നോക്കാം. അടുത്തത് നമുക്കൊരു ഡോഗിനെ കാണാം അല്ലേ. അതുപോലെ തന്നെ സണ്ണ്, ഒരു സൂര്യനെയും കാണാം. അപ്പം നായയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? കുത്ത എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? യഹ് കുത്താ ഹേ, ഇത് നായയാകുന്നു. നെക്സ്റ്റ് സൂര്യൻ, സണ്ണിന് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? സൂരജ് ആണല്ലേ. അപ്പം നമുക്ക് പറയാം യഹ് സൂരജ് ഹേ, ഇത് സൂര്യനാകുന്നു. ചിലപ്പോൾ ചിത്രങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് എടുത്തെഴുതാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. തന്നില്ലെങ്കിൽ പോലും അവയുടെ ചിത്രം അനുസരിച്ച് അവയുടെ പേരുകൾ നിങ്ങൾ കാണാതെ എഴുതാൻ പഠിക്കണം. അടുത്തത് നോക്കാം. ഒരു പെന്ന് കാണാം അല്ലേ. പെന്ന്, പേനയ്ക്ക് എന്താണ് പറയുക? കലം. അപ്പം നമുക്കിങ്ങനെ പറയാം യഹ് കലം ഹേ, ഇത് പേനയാകുന്നു. അടുത്ത ചിത്രത്തിൽ ഒരു മേഘത്തെ കാണാം. മേഘത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാദൽ. യഹ് ബാദൽ ഹേ, ഇത് മേഘമാകുന്നു. അടുത്ത ചിത്രത്തിൽ നമുക്കൊരു വീട് കാണാം അല്ലേ. വീടിന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഘർ ആണ്. അപ്പോൾ യഹ് ക്യാ ഹേ എന്നൊരു ചോദ്യം കണ്ടാൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വന്നാൽ യഹ് ഘർ ഹേ, ഇത് വീടാണ്. നെക്സ്റ്റ് ഒരു ചെയറാണ്. ചെയറിന് നമ്മൾ പറയുക കുർസി എന്നാണ് കേട്ടോ. യഹ് കുർസി ഹേ, ഇത് കസേരയാകുന്നു. ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ചിത്രത്തിൽ ചിടിയ, അതുപോലെ തന്നെ നദി, താലാബ്, ബിലൗട്ട, ജൽമുർഗി, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ, ഹാത്തി, ഇതിനെയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അവയുടെയൊക്കെ പിക്ചറും അവയുടെ പേരും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഇതുപോലെയൊക്കെ ഫില്ല് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആനുവൽ എക്സാമിനേക്ക് ശ്രദ്ധിക്കേണ്ട മുഴുവൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. താങ്ക്